വിവാദം നൽകുന്ന കാര്യമാണ്. ദേശീയ തലത്തിലാണെങ്കിൽ പോലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലടക്കം വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലമായി തൃശ്ശൂർ വീണ്ടും മാറിയിരിക്കുന്നു. സംസ്ഥാനത്ത് തലസ്ഥാന നഗരിയിൽ രാജീവ് ചന്ദ്രശേഖരനായിരുന്നു ആദ്യം ലീഡെങ്കിൽ ഇപ്പോൾ അത് തൃശ്ശൂരിന്റെ സാംസ്കാരിക നഗരിയിൽ അത് സുനിൽകുമാറിനെ പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപി എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. തീരമേഖലയിലടക്കം വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് UDF മേൽക്കൈ നേടുമെന്നായിരുന്നു UDF പ്രഖ്യാപനമെങ്കിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം നിലനിർത്താൻ സിറ്റിംഗ് MP മാറ്റിയ ഏക മണ്ഡലം സംസ്ഥാനത്ത് അത് തൃശ്ശൂരായിരുന്നു. TN പ്രതാപനെ മാറ്റിക്കൊണ്ട് K മുരളീധരനെ, വടകര MP ആയിരുന്ന K മുരളീധരനെ, അതും ലീഡറുടെ തട്ടകത്തിൽ ലീഡറുടെ മകനെ ഇറക്കിക്കൊണ്ട് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ വേണ്ടി ഇറക്കിയ K മുരളീധരൻ മുന്നേറ്റം ഉണ്ടാകുന്നു. ശരി അഭിജിത്ത്, ദേശീയ തലത്തിൽ നമുക്ക് ഇപ്പോൾ നോക്കേണ്ട വളരെ പ്രസക്തമായ ചില നിർണായക ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട്. ആ കണക്കുകൾ 300 NDA നിൽക്കുമ്പോൾ 222 എന്നതിലേക്ക് ഇന്ത്യ മുന്നണി എത്തുകയാണ്. മറ്റുള്ളവർ 21. നേരത്തെ വലിയ ഇഞ്ചോടിഞ്ച് ഒരേ നിലയിലുള്ള ഒരു കണക്കുകൾ നമ്മൾ ആ ഫിഗറിൽ നമ്മുടെ ടെലിവിഷനിൽ കണ്ടിരുന്നു. അതിൽ നിന്ന് നേരിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണി ശക്തമായ ആധിപത്യം ഉറപ്പിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഉത്തരേന്ത്യയിലടക്കം ഉത്തർപ്രദേശിലടക്കം ശക്തമായ കണക്കിലേക്ക് ഇന്ത്യ മുന്നണി വരുന്നു. മോദി വാരണാസിയിൽ പിന്നിൽ നിൽക്കുന്നു എന്നുള്ള കാഴ്ച നമ്മൾ കാണാൻ കഴിഞ്ഞു. തൃശ്ശൂരിൽ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ലീഡ് ഉയരുന്നുണ്ട്. ചാലക്കുടിയിലേക്ക് വന്ന UDF 8500 മുകളിൽ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് ചാലക്കുടിയിൽ. അത് ഈ LDF സംസ്ഥാനത്ത് ഇപ്പോൾ ഒരിടത്ത് മാത്രമാണ് ഒരു മുന്നേറ്റം നമുക്ക് ദൃശ്യമാകുന്നത്. 18 UDF മുന്നേറ്റം കാണാൻ കഴിയുന്നുണ്ട്. NDAക്ക് 1 എന്ന നിലയിൽ നിൽക്കുകയാണ്. തൃശ്ശൂരാണ്, സുരേഷ് ഗോപിയാണ്. നമുക്കറിയാം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളല്ല. വലിയ അധികായന്മാർ NDA സ്ഥാനാർത്ഥികളായി, BJPയുടെ സ്ഥാനാർത്ഥികളായി ശോഭാ സുരേന്ദ്രൻ, V മുരളീധരൻ, K സുരേന്ദ്രൻ ഉൾപ്പെടെ രാഷ്ട്രീയത്തിൽ പോരാടിത്തെളിഞ്ഞ നേതാക്കൾ BJPക്ക് വേണ്ടി ഉള്ളപ്പോഴാണ് BJP കാൻഡിഡേറ്റായി തൃശ്ശൂരിൽ സുരേഷ് ഗോപി എത്തിയത്. എന്നിട്ടും അവിടെ അദ്ദേഹത്തിന് വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? BJPയോടുള്ള ചായ്വ് എന്താണ് ലിബീഷ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? അതായത് സുരേഷ് ഗോപി ഒരിക്കലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയല്ല. സുരേഷ് ഗോപി ദേശീയ നേതൃത്വവുമായി നേരിട്ട് അടുപ്പം പുലർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂരിലെ വിജയം എനിക്ക് തോന്നുന്നത് മനസ്സിലെങ്കിലും